ശ്രീ വി പി ശ്രീപത്മനാഭൻ, ഇപ്പോൾ 2018 പ്രളയമുണ്ടായ സമയത്ത് വലിയ തോതിൽ നമുക്ക് രക്ഷാപ്രവർത്തനം വേണ്ടി വന്നു. അതിനെ തുടർന്ന് അന്ന് നൽകിയ സഹായങ്ങൾ പിന്നീട് കേന്ദ്രം അതിന് പണം തിരികെ ചോദിച്ചു എന്നടക്കമുള്ള പല ആരോപണങ്ങളുണ്ടായിരുന്നു. അത്തരത്തിലൊരു സമീപനം ഉണ്ടാകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി നമുക്ക് വേണ്ടതുണ്ട്. ഈ സമയത്ത് നമ്മൾ കേരളീയരാണ്, ആത്യന്തികമായി എല്ലാ രാഷ്ട്രീയ മതവിശ്വാസങ്ങൾക്കും അപ്പുറത്ത് കേരളീയരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങളിലേക്കോ വാഗ്വാദങ്ങളിലേക്കോ വിവാദങ്ങളിലേക്കോ പോകാതെ ഒറ്റ മനസ്സോടുകൂടി വയനാടിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന ബോധ്യം BJP സംസ്ഥാന നേതൃത്വത്തിനുണ്ടോ? അല്ല, ഇതൊന്നും BJP സംസ്ഥാന നേതൃത്വവും പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വവും തീരുമാനിക്കുന്ന കാര്യങ്ങളല്ല. ഇത് രണ്ട് സർക്കാരുകളാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരും അവരെ സഹായിക്കാൻ സാങ്കേതിക വിദഗ്ധരും അതുപോലെ തന്നെ ഈ കാര്യങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ആളുകൾ ഇവരൊക്കെ ചേർന്നിട്ട് വേണം. അതോടൊപ്പം ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞാൽ ഈ IAS-കാർ കേന്ദ്രത്തിൻ്റെ ആണോ ചോദിച്ചാൽ കേന്ദ്രത്തിൻ്റെയാണ്, സംസ്ഥാനത്തിൻ്റെ ആണോ ചോദിച്ചാൽ സംസ്ഥാനത്തിൻ്റെയാണ്. അപ്പോൾ ഇവരെല്ലാം ഒന്നാണ്, നമ്മളിതിനെ രണ്ടായി കാണണ്ട. അപ്പോൾ ഈ സംവിധാനമാണ് ഇത് തീരുമാനിക്കേണ്ടത്. ഇത് ഒരുമിച്ചാണ് തീരുമാനം, രണ്ടല്ല, രണ്ടായി കാണണ്ട, ഒരുമിച്ചാണ് തീരുമാനം. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ സംഭവം നടന്ന ഉടനെ ഒരു കേന്ദ്രമന്ത്രി അങ്ങോട്ട് പറഞ്ഞയച്ചത്. അദ്ദേഹം 3-4 ദിവസം വയനാട്ടിൽ ശ്രീ ജോർജ് കുര്യൻ ക്യാമ്പ് ചെയ്ത് ഇനീഷ്യലി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി വരുന്നത്. അപ്പോൾ അതോടൊപ്പം സംസ്ഥാന സർക്കാർ കൊടുത്ത വിവരങ്ങളും, ഇപ്പോൾ ജോർജ് കുര്യൻ മാത്രമല്ല, സംസ്ഥാന സർക്കാർ കൊടുത്ത വിവരങ്ങളുണ്ട്, തീർച്ചയായിട്ടും കേന്ദ്രത്തിന് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൽ രാഷ്ട്രീയ പാർട്ടികളല്ല ഇത് തീരുമാനിക്കേണ്ടത്, നടപ്പിലാക്കേണ്ടത്, ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഈ രണ്ട് സർക്കാരുകളും ചേർന്ന് ഒരുമിച്ച് ഇരുന്ന് സംസാരിച്ച് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഗവർണറും കേന്ദ്രമന്ത്രിയും എല്ലാവരും ചീഫ് സെക്രട്ടറിയും ഒക്കെ അല്ലേ ഇന്നത്തെ മീറ്റിങ്ങിൽ ഒരുമിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് വിട്ടുകൊടുക്കുക. അവരുടെ കഴിവിനെയും അവരുടെ ഉത്തരവാദിത്ത ബോധത്തെയും ഒന്നും നമ്മൾ ചെറുതായി കാണണ്ട. അവർ അത്രയും പ്രഗത്ഭന്മാരായതുകൊണ്ടാണല്ലോ അത്തരത്തിലുള്ള സ്ഥാനമാനങ്ങളിൽ എത്തിയത്. അപ്പോൾ അത് അവർ ചെയ്തുകൊള്ളും. നമ്മൾ ലെറ്റസ് ബി ഓപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസത്തോടെ കൂടി ഇതിനെ കാണുക. ഇതിലൊരു സംശയത്തിനും ഇട കൊടുക്കണ്ട. ഞാൻ 100% എനിക്ക് ഒരു കാര്യത്തിൽ വിശ്വാസമുണ്ട്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ഈ പ്രശ്നം പരിഹരിക്കും. അവരെ സഹായിക്കാൻ രാജ്യത്തെ ഗവേഷകർ, ഈ മേഖലയിലെ പാണ്ഡിത്യമുള്ള ആളുകളുടെ സഹായവും ഉണ്ടാവും, പിന്നെ സൈന്യമുണ്ടാകും, മറ്റ് സംവിധാനങ്ങളുണ്ടാകും, ഇതൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒറ്റക്കെട്ടായി ചെയ്യുമെന്ന